1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് തട്ടിപ്പിൽ ആന്റോ ആന്റണി എംപിക്കെതിരായ പരാമർശം SIT പറഞ്ഞതിലൂടെയാണ് താൻ അറിഞ്ഞതെന്ന് മലക്കമറിഞ്ഞ് CPIM നേതാവ് KP ഉദയഭാനു. മാധ്യമങ്ങളിൽ കണ്ട വാർത്ത താൻ ആവർത്തിക്കുകയായിരുന്നു എന്ന് വിശദീകരണം. അവിടെ സ്വകാര്യ സ്ഥാപനത്തിൽ 2.5 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് SIT ആണ് പറഞ്ഞിരിക്കുന്നത്. SIT പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. SIT ആണ് അവിടെ സ്വകാര്യ സ്ഥാപനത്തിലുണ്ടെന്ന് പറഞ്ഞത്. അതാ SITയുടെ വാർത്തയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. തന്ത്രി കണ്ഠര രാജീവര് ധനകാര്യ സ്ഥാപനത്തിൽ 2.5 കോടി രൂപ നിക്ഷേപിച്ചെന്നും ഇതിൽ 2 കോടി രൂപ ആന്റോ ആന്റണി പിൻവലിച്ചെന്നുമായിരുന്നു KP ഉദയഭാനുവിന്റെ ആരോപണം. തനിക്കെതിരായ ആരോപണം പൊളിഞ്ഞെന്ന് ആന്റോ ആന്റണി MP പ്രതികരിച്ചു. KP ഉദയഭാനുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആന്റോ ആന്റണി പറഞ്ഞു. സ്ഥാപനത്തിൽ 2.5 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് SIT ആണ് പറഞ്ഞിരിക്കുന്നത്. SIT പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. SIT ആണ് അവിടെ സ്വകാര്യ സ്ഥാപനത്തിലുണ്ടെന്ന് പറഞ്ഞത്. അതാ SITയുടെ വാർത്തയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഷിജോ കുര്യൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ഷിജോ, ഇതിപ്പോ ഇങ്ങനൊരു പ്രശ്നം വന്നതൊരു വിവാദമായപ്പോൾ ഇക്കാര്യം പറഞ്ഞത് SITയിലൂടെയാണ് ഈ പരാമർശം അറിഞ്ഞത് എന്ന് പറയുന്നു. പക്ഷെ ഇതിലുള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് 2 കോടി രൂപ വാങ്ങി എന്ന് NM രാജു പറയുന്നു. വാങ്ങിയിട്ടുണ്ട്, തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് വാങ്ങിയിട്ടുണ്ട്, വാങ്ങിയ പണം മുഴുവൻ തിരികെ കൊടുത്തു എന്ന് ആന്റോ ആന്റണി MPയും പറഞ്ഞു. പക്ഷെ ഇതും തമ്മിൽ മാധ്യമങ്ങളിൽ അത്തരത്തിലൊരു വാർത്ത വന്നിരുന്നില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ പറഞ്ഞു കുടുങ്ങി അല്ലേ? സ്മിത പറഞ്ഞു കുടുങ്ങിയത് തന്നെയാണ്. അതിനകത്ത് ചെറിയ ചില മലക്കമറിച്ചിലൊക്കെ ഉണ്ട്. പക്ഷേ താൻ പറഞ്ഞ തൻ്റെ വാക്കുകളല്ല, SIT പറഞ്ഞതും പത്രദൃശ്യ മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങൾ താൻ ആവർത്തിക്കുകയുമാണ് ചെയ്തത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തടിയൂരാനുള്ളൊരു ശ്രമം CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള KP ഉദയഭാനുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു കോടിക്കണക്കിന് രൂപയുടെ പ്രത്യാരോപണങ്ങൾ ആന്റോ ആന്റണി MPയും അതുപോലെ തന്നെ തന്ത്രി കണ്ഠര രാജീവരും തമ്മിൽ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്ത്രി കണ്ഠര രാജീവറിന് 2.5 കോടി രൂപയുടെ നിക്ഷേപം ഈ പറയുന്ന നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് സ്ഥാപനത്തിലുണ്ട് എന്ന് SIT പറഞ്ഞിരുന്നു. അത് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. ആ തുക, അതായത് തന്ത്രി നിക്ഷേപിച്ച 2.5 കോടി രൂപയിൽ 2 കോടി രൂപ തെരഞ്ഞെടുപ്പ് സമയത്ത് ആന്റോ ആന്റണി അവിടുന്ന് പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഈ പറയുന്ന KP ഉദയഭാനു ആരോപണമായിട്ട് ഉന്നയിച്ചത്. അതിനെതിരെ ഇപ്പോൾ ആന്റോ ആന്റണി MP കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഇത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ്, അതിനെ താൻ നിയമപരമായിട്ട് നേരിടും എന്നൊക്കെ ആന്റോ ആന്റണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യം പറഞ്ഞ വാക്കുകളിൽ നിന്ന് പിന്നീട് ഇപ്പോൾ വരുമ്പോൾ ഉദയഭാനു അല്പം പിന്നോട്ട് പോകുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ആന്റോ ആന്റണി നിയമ നടപടിക്ക് പൊക്കോട്ടെ, താൻ അതിനെ നിയമപരമായിട്ട് തന്നെ നേരിട്ട് കൊള്ളാം എന്നുള്ള ഒരു മറുപടി കൂടി എന്തായാലും KP ഉദയഭാനു ആന്റോയ്ക്ക് മറുപടിയായിട്ട് നൽകുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് കൂടുതൽ വാദപ്രതിവാദങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ പറയുന്ന നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഉടമ NM രാജീവിൽ നിന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് പണം വാങ്ങിയിട്ടുണ്ടെന്ന് ആന്റോ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് എത്ര രൂപയാണെന്ന് ഇതുവരെ ആന്റോ ആന്റണി പറഞ്ഞിട്ടില്ല. അക്കാര്യം വ്യക്തമാക്കണം. എങ്ങനെയാണ് പണം വാങ്ങിയത് പറയണം, എത്ര രൂപയുണ്ട് എന്നും അത് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് മാർഗത്തിലൂടെയാണ് തിരിച്ചു കൊടുത്തത്, ഇതൊക്കെ വ്യക്തമാക്കണമെന്നും ആന്റോയോട് KP ഉദയഭാനു ആവശ്യപ്പെടുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ രണ്ടാമത്തെ വശമാണ്. എന്തായാലും ആദ്യം പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഇപ്പോഴത്തേക്ക് വരുമ്പോൾ അല്പം മലക്കം മറിയുന്ന ഒരു സമീപനം KP ഉദയഭാനു സ്വീകരിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.